ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോക്കനട്ട് ബർഫിയാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നിയാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. വെറും 2 ചേരുവകൾ മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോക്കനട്ട് ബർഫി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ തേങ്ങയും പഞ്ചസാരയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2.5 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബർഫി തയ്യാറാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഈ ഒരു കോക്കനട്ട് ബർഫി തയ്യാറാക്കിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് ഒരേ അളവിലെടുത്തപ്പോഴാണ്. ഞാൻ തേങ്ങ കൂടുതലായിട്ടും പിന്നെ പഞ്ചസാര കുറവായിട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ സെറ്റ് ചെയ്യണ സമയത്ത് അത് കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടും ഒരേ അളവിലെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു ബർഫി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഈ ഒരു തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവട് കട്ടിയായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഈ ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒരുപാട് നേരം നമ്മളിത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തേങ്ങയുടെ കളറൊന്നും ചേഞ്ച് ആവണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആ ഒരു തേങ്ങയുടെ ആ ഒരു നല്ലൊരു മണം വരുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അടുപ്പ് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതിലത്തെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈയെടുക്കാതെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങും. പിന്നെ ഈ ഒരു തേങ്ങയുടെ ചുറ്റുഭാഗം ഇങ്ങനെ നല്ല വെള്ള പത പോലെ ഇങ്ങനെ വരും, ഇങ്ങനെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സ്റ്റേജ് ആവണ വരയ്ക്ക് വേണം കേട്ടോ നമ്മളിതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട്. നന്നായിട്ട് കൈയെടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഡ്രൈ ആയിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പതഞ്ഞിട്ട് വന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബർഫി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും നമ്മൾ ഒരുപാട് നേരിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ബർഫി സെറ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കടിക്കാനൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും കേട്ടോ. നല്ല ഉറപ്പായിട്ടുണ്ടാവും. ഇതിപ്പോൾ കറക്റ്റ് പരുവാണ്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട്. എന്നിട്ട് ആ ഒരു തവി വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയൊരു പാത്രം വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗം ഒരേപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ നല്ലൊരു ചൂടൊക്കെ ഉണ്ടാവില്ല, അത് പോണ വരയ്ക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വരഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അതല്ല കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കാനായിട്ട്. കംപ്ലീറ്റ് ചൂടൊക്കെ പോയതിന് ശേഷം പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ അടർത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് ചൂടാറണ വരയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂട് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്കിത് അടർത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പ്ലേറ്റ് ആയ കാരണമാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ അങ്ങനെ എടുത്തിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാധാരണ ഇങ്ങനെ പരന്നിട്ടുള്ള പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഈ സൈഡിൽ നിന്നൊക്കെ അങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസിയല്ല തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക്